ഹായ് ഗായ്സ്, കുറേ ആയില്ലേ കുക്കിംഗ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് കണ്ടാലോ. ഇതെന്താ മാങ്ങ ഇട്ട് വന്നിക്കണ വിചാരിക്കണ്ട. ഇന്ന് മാങ്ങ വെച്ച് നമുക്കൊരു വെറൈറ്റി ഐറ്റം പരീക്ഷിക്കാം ഗായ്സ്. പച്ചമാങ്ങയാണ് വേണ്ടത്. നല്ല വലിയൊരു മാങ്ങ ഇട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. അത് നമ്മളിങ്ങനെ കഴുകി ഫ്രഷാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ചെടുത്തു. പിന്നെ നമ്മളൊരു ചട്ടിയിലിട്ടു. ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ഗ്ലാസ്, കപ്പല്ല ഗൈസ്, ഗ്ലാസ്സാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല വേവിക്കാം. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഈ സംഭവം എന്താണെന്നറിയോ, പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു മിഠായിയാണ്. മിഠായി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ജെല്ലി പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. പണ്ട് കാലത്ത് അവർ ഇതിനൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തിളക്കുന്നുണ്ട്, നല്ല വേവിക്കണം കേട്ടോ മാങ്ങ. വേവിച്ചതിന് ശേഷമാണ് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരും. അപ്പോൾ നമുക്ക് കുറവായി തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കുഴമ്പ് രൂപത്തിലായി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറഞ്ഞ് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എന്തായാലും നല്ല വേവണം. ഈ മാങ്ങക്ക് നല്ല ഉടഞ്ഞ് കിട്ടണം കേട്ടോ ഗൈസ്. അപ്പോൾ പച്ചമാങ്ങയുടെ കാലമാണല്ലോ, ഇപ്പോൾ ഒക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അത് തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. സംഭവം ഇതിൻ്റെ പൾപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊക്കെ ചണ്ടിയുണ്ട് ഗായ്സ്. ചണ്ടി നമുക്ക് ആവശ്യമില്ല, കണ്ടില്ലേ, നമ്മൾ അത്യാവശ്യം അരിപ്പയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ച് കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കത്തിക്കുന്നത്. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പണി പാളും ഗൈസ്. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് ശർക്കരയാണ്, പക്ഷെ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ശർക്കര, ഇപ്പോൾ ഈ മാങ്ങയ്ക്ക് ഞാൻ 2 ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ, 2 അച്ച്. പിന്നെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്, അത് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിതിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ആ കറക്റ്റ് പച്ചമാങ്ങയുടെ കളർ കിട്ടും. ഞാനിതിൽ ശർക്കരയാണ് ഇട്ടത്, ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ, മാങ്ങയാണ് തോന്നണ്ട വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് എന്താ പറയുക, ശർക്കരയാണ് ഇട്ടത് ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ ഇട്ടത് ഉപ്പാണ്. ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുക, ഒരു സ്പൂൺ. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ വറ്റി, വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഇതേ രീതിയിലാവുമ്പോഴാണ് നമ്മൾ ഓഫാക്കേണ്ടത്. നമുക്കൊരു പാത്രം എടുക്കുക, അതിലേക്ക് എണ്ണ തടവി കൊടുക്കുക. നല്ല രീതിയിൽ എണ്ണ തടവിയിട്ടുണ്ട്. നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വറ്റിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, കാണുമ്പോൾ ഒരു പുളിഞ്ച് പോലെ ഉണ്ടല്ലോ, ആ ഐറ്റം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പരത്തി കൊടുക്കാം കേട്ടോ. ഷേപ്പ് എന്ന് പറഞ്ഞാൽ പരത്തി കൊടുത്താൽ മതി. അത്യാവശ്യം കട്ടി കുറഞ്ഞ് വേണം പരത്തി കൊടുക്കാൻ. പിന്നെ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒരു 2 ദിവസം വേണമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പോൾ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വേറെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ഇതാണ് മാങ്ങ മിഠായി, മാങ്ങ ജെല്ലി മിഠായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജസ്റ്റ് കത്തി കൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു മിഠായി ആയിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. ജസ്റ്റ് ഞാനിങ്ങനെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. സംഭവം വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ മാങ്ങ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കുക. ഇതിപ്പോൾ പച്ചമാങ്ങ കൊണ്ട് മാത്രമല്ല, പഴുത്ത മാങ്ങയിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങ ജെല്ലി മിഠായി. അപ്പോൾ ബായ്.